ഹലോ ഗായ്സ്, അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നാളെ എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് ഗൈസ്. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തൊന്ന് ത്രെഡൊക്കെ ചെയ്ത് മെനയാകാമെന്ന്. അപ്പോൾ ബസ്സിലാണ് കേട്ടോ കുറേ നാൾക്ക് ശേഷം പോകുന്നത്. കൂടെ ഞാൻ തുമ്പേനെയും കൂട്ടിയിട്ടുണ്ട്. കാര്യം എനിക്ക് വൻ നഷ്ടമാണെങ്കിൽ കൂടി ജസ്റ്റ് ഒരു കമ്പനിക്ക് ഇരിക്കട്ടെ എന്ന് ഓർത്തു. അങ്ങനെ ഇരിക്കും പട്ടി ചന്തയ്ക്ക് പോയ പോലെ ആയോ എന്നൊരവസ്ഥയായി. ഞാൻ ശരിക്കും ത്രെഡ് ചെയ്യുന്നത് ക്യാഷ് ഓൺ പേ ആണ്. പക്ഷേ ഞാൻ ATM നമ്പർ മറന്നു പോയിരിക്കുന്നു. പക്ഷെ കുറച്ച് സമയമെടുത്തെങ്കിലും എൻ്റെ ബുദ്ധിയെടുത്ത് ഞാൻ ആ നമ്പറൊക്കെ ഓർത്തെടുത്തായിരുന്നു. അങ്ങനെയെല്ലാം സെറ്റായി. നമ്മളങ്ങനെ പോയ വഴിക്ക് പിന്നോട്ട് വയ്ക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ത്രെഡൊക്കെ ചെയ്ത് സെറ്റായി ഇറങ്ങിയപ്പോൾ നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതായിരിക്കും അവസ്ഥ. നല്ല അളിഞ്ഞ വൃത്തികെട്ട മഴ. ഒന്ന് കറങ്ങി തെന്നിത്തിരിയാന്ന് വെച്ചാൽ സമ്മതിക്കില്ല. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് ചുമയും കൂടെ ആലോചിക്കണം. പനിയുള്ളപ്പോഴാണ് ഞാൻ ഈ പുറപ്പാടിന് ഇറങ്ങിയത്. ബിക്കോസ് നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്, എനിക്ക് ഭംഗി വേണം. സോ ഞാൻ ത്രെഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ലക്ഷ്യം ഫുഡ്. സോ പിസ്സ കഴിക്കാൻ കയറി. പിസ്സ കഴിച്ച് ഇറങ്ങി നടക്കുമ്പോഴാണ് മഴ മാറിയിട്ടില്ല കേട്ടോ, കണ്ടോ. അപ്പോഴാണ് ഞാൻ സൂപ്പർ ഡോഗ് കണ്ടത്. എന്നാൽ പിന്നെ എൻ്റെ ബർത്ത്ഡേ അല്ലേ, എനിക്ക് ഞാൻ തന്നെ സെൽഫ് ഗിഫ്റ്റ് വാങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഇതേ ഞാൻ ലിപ്സ്റ്റിക് ഷെയ്ഡ് എടുത്തു. അവിടെ എല്ലാം തേണ്ടി തിരിഞ്ഞ് നടന്നു. നമ്മൾ അങ്ങനെയാണല്ലോ, നമ്മളൊരു സാധനം വാങ്ങാൻ വേണ്ടി പോയാൽ നമ്മൾ ഒരു സാധനത്തിൽ വന്ന് നിർത്തരുത്. പല സാധനങ്ങളും നമ്മൾ വാങ്ങിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അതെല്ലാം തേണ്ടി തിരിഞ്ഞ് എനിക്കിഷ്ടമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഗൈസ്. ഇപ്പം ഞാൻ കുറച്ച് നാളുകളായിട്ട് അങ്ങനെയല്ല, എൻ്റെ ഒരുവിധം എല്ലാ ബർത്ത്ഡേക്കും എനിക്ക് തന്നെ ഞാൻ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് ഗിഫ്റ്റൊക്കെ ഞാൻ എനിക്ക് തന്നെ വാങ്ങിച്ചു. അങ്ങനെ മനസ്സിന് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ വാങ്ങുമ്പോഴും മനസ്സിൽ ഭയങ്കര അങ്ങോട്ട് സന്തോഷമാണ്. ആ ഒരു ആത്മസംതൃപ്തിയാണ് നിങ്ങളെൻ്റെ മുഖത്ത് കാണുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ബസ് കയറി. കണ്ടു 5:45 ബിക്കോസ് ഇറ്റ്സ് വിൻഡ്, അതുകൊണ്ട് നേരത്തെ ഇരുട്ടാകും. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. മമ്മിയുടെ ഹാപ്പി ബർത്ത്ഡേ.